എല്ലാവർക്കും നമസ്കാരം. ലേൺ വിത്ത് ശ്രീയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മൾ ക്രിസ്മസ് പരീക്ഷയോടനുബന്ധിച്ച് 9ാം ക്ലാസ്സിലെ ഹിന്ദി മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ 8ാം ക്ലാസ്സിലെ ഹിന്ദി ക്വസ്റ്റ്യൻ പേപ്പർ, ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്തായിരുന്നു. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, 9ാം ക്ലാസ്സിലെ ഹിന്ദി, അതായത് സെക്കൻഡ് ടേമിനൽ എക്സാമിന് വേണ്ടിയിട്ടുള്ളതാണ്. നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, അതായത് 1 മുതൽ 5 വരെയുള്ള ക്വസ്റ്റ്യൻസ് ഏതിൽ നിന്നുള്ളതാണ്? ജബ് ഗാന്ധിജി കി ഖടി ചോരി ചലി ഗയി, ആ ലേഖിൽ നിന്നുള്ളതാണ്. അതിൽ 1 മുതൽ 5 വരെയുള്ള ക്വസ്റ്റ്യൻസിന് നമ്മൾ ആൻസർ ചെയ്യണം. ഓക്കെ, അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? സഹി രൂപ് ചുൻകർ ലിഖേം, ശരിയായിട്ടുള്ളത് തിരഞ്ഞെടുത്ത് എഴുതാനാണ്. അവിടെ യഹ് പ്ലസ് കെ ഉസ്കെ കൊടുത്തിട്ടുണ്ട്, വഹ് പ്ലസ് കെ ഉസ്കെ, എ പ്ലസ് കെ ഉസ്കെ, വേ പ്ലസ് കെ ഉസ്കെ. ഇതിലേതാണ് കറക്റ്റ്? രണ്ടാമത്തേതാണ് അല്ലേ. വഹ് പ്ലസ് കെ, വഗ് അധികം കെ ആണ് ഉസ്കെ എന്നുള്ളത്. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? കിസ്നെ ഗാന്ധിജി കോ ചായ് പർ ബുലായ, ആരാണ് ഗാന്ധിജിയെ ചായ സൽക്കാരത്തിനായിട്ട് ക്ഷണിച്ചത്? ആരാണ്? വൈസ്രോയി മൗണ്ട് ബാറ്റൺ ആണ് എന്ത് ചെയ്തത്? ഗാന്ധിജിയെ ക്ഷണിച്ചത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഗാന്ധിജി അപ്പനെ ഘർ സെ നാശ്തേ കെ ലിയെ ക്യാ ലായാ ഥാ, ഗാന്ധിജി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് എന്താണ് അദ്ദേഹം കൊണ്ടുവന്നത്? ബക്കരി കെ ദൂത്ത് സെ ബന ദഹി, അല്ലേ, ആട്ടിൻ്റെ പാല് കൊണ്ടുണ്ടാക്കിയ ദഹി, അതാണ് അദ്ദേഹം കൊണ്ടുവന്നത്. നാലാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? യഹാം ഗാന്ധിജി കെ സ്വഭാവ് കി കോൻസി വിശേഷത പ്രകട് ഹോത്തി ഹെ, ഇവിടെ അതായത് നമ്മൾ മുകളിൽ 2 വരി കൊടുത്തിട്ടുണ്ട് അല്ലേ, ആ ജബ് ഗാന്ധിജി കി ഖടി ചോരി ചലി ഗയി എന്നുള്ളത്. അപ്പോൾ അത് മാത്രമല്ല, നമ്മളത് പഠിച്ചിട്ടുള്ളവർക്കറിയാം. ഈ പാഠഭാഗം നമ്മൾ മനസ്സിലാക്കുമ്പോൾ ആ ലേഖനത്തിൽ നിന്ന് എന്താണ് ഗാന്ധിജിയുടെ ഏത് സ്വഭാവ സവിശേഷതയാണ് നമുക്ക് മനസ്സിലാകുന്നത് എന്താണ് യഹാം ഗാന്ധിജി കി സാദ്ഗിപൂർണ്ണ ജീവൻ തഥാ ഭോലേപൻ കാ മനോഭാവ് പ്രകട് ഹോത്താ ഹേ എന്ന് പറഞ്ഞാൽ എന്താണ്? സാദ്ഗിപൂർണ്ണ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ സിംപ്ലിസിറ്റി, ലാളിത്യം, ലളിത ജീവിതം, അതുപോലെ തന്നെ ഭോലേപൻ മീൻസ് നിഷ്കളങ്കത, അദ്ദേഹത്തിൻ്റെ നിഷ്കളങ്കതയൊക്കെ നിറഞ്ഞ സ്വഭാവം, ആ മനോഭാവമാണ് നമുക്ക് പ്രകടമാകുന്നത്. ഗാന്ധിജി ഉച്ച വിചാർക്കെ വ്യക്തി ഥേ, ഗാന്ധിജി എന്ന് പറയുന്നത് എങ്ങനെയുള്ള ഉയർന്ന ചിന്താഗതിയുള്ള ഒരു മനുഷ്യനായിരുന്നു. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? പ്രസ്തുത പ്രസംഗ് പർ വൈസ്രോയി കി ഉസ് ദിൻ കി ഡയറി കൽപ്പന കർക്കെ ലിഖേ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 4 മാർക്കിനാണ്. അതായത് വൈസ്രോയിയുടെ അന്നത്തെ ദിവസത്തെക്കുറിച്ചുള്ള ഡയറി എഴുതാൻ, അല്ലെങ്കിൽ അഥവാ പ്രസ്തുത പ്രസംഗ് പർ വൈസ്രോയി और उनकी पत्नी के बीच की बातचीत कल्पना करके लिखे. വൈസ്രോയിയുടെയും അദ്ദേഹത്തിൻ്റെ പത്നിയുടെ, വൈഫിൻ്റെയും ഇടയിലുണ്ടായിരുന്ന ബാത്ചീത്ത്, സംഭാഷണം, അതിനെക്കുറിച്ച് എഴുതാനായിട്ടാണ്. അടുത്ത് നെക്സ്റ്റ് 6 മുതൽ 8 വരെയുള്ള ക്വസ്റ്റ്യൻസ് ഏത് കവിതയിൽ നിന്നാണ്? കബ് തക്ക് എന്നുള്ള കവിതയിൽ നിന്നാണ്. ആ കവിതയിൽ നിന്നുള്ള ചില വരികൾ തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻസ് നോക്കാം. ആറാമത്തേത്, തുമാരാ ഇതിഹാസ് യഹാം വിശേഷൺ ശബ്ദ് കോൻ സാ ഹേ. തുമാരാ ഇതിഹാസ് എന്നുള്ളതിൽ വിശേഷണ ശബ്ദം ഏതാണ്? തുമാര എന്നുള്ളതാണ്. നെക്സ്റ്റ് 7ാമത്തെ ക്വസ്റ്റ്യൻ, കി തുമാരാ ഇതിഹാസ് തുമ്നെ നഹി ഉസ്നെ ലിഖാ ഹേ, നിങ്ങളുടെ ചരിത്രം എഴുതിയത് നിങ്ങളല്ല അവനാണ് എന്ന് പറയുന്ന അതിൻ്റെ ആ ക്വസ്റ്റ്യൻ, അതിലെന്താണ്? ഇസ്മേ കിസി ബാത് കി ഓർ സങ്കേത് ഹേ എന്നുള്ളതാണ്. അതായത് ഹം അപ്പനെ ബാരേമേ സദാ ദൂസരേ ലോഗ് ബദാക്കർ സമച്തേ ഹേ, നമ്മൾ എപ്പോഴും നമ്മളെക്കുറിച്ച് മറ്റാളുകൾ പറഞ്ഞിട്ടാണ് അറിയുന്നതെന്നാണ് അവിടെ കൊടുത്തേക്കുന്ന ആൻസർ. അതല്ല, നമുക്കിത് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഇതാണ് എഴുതാനുള്ളത്. ഹം അപ്പനെ ബാരേമേ സദാ ദൂസരേ ലോഗ് ബദാക്കർ സമച്തേ ഹേ. 8ാമത്തെ ക്വസ്റ്റ്യൻ, കവിതാംശിക ആശയ ലിഖേ, കവിതയുടെ ആശയം എഴുതാനായിട്ടാണ്. ഓക്കെ, നെക്സ്റ്റ് 9ാമത്തെ ക്വസ്റ്റ്യൻ മുതൽ 11 വരെ
ഫുട്ബോൾ കെ ദിൽ കാ രാജ എന്നുള്ളത് കുറിച്ചുള്ള പാഠമുണ്ടല്ലോ, അതിൽ നിന്ന് എഴുതാനായിട്ടാണ്. അവിടെ 2 വരി തന്നിട്ടുണ്ട് പാഠഭാഗത്തു നിന്നുള്ള. ക്വസ്റ്റ്യൻ ഇതാണ് 9ാമത്തേത്. പെലെ കിസ് ദേശ് കെ ലിയെ ഖേൽത്തേ ഥേ? ഏത് രാജ്യത്തിന് വേണ്ടി കളിച്ചിരുന്ന കളിക്കാരനായിരുന്നു പെലെ? ബ്രസീൽ അല്ലേ, ബ്രസീലാണ് ആൻസർ. 10ാമത്തേത് ഹാർ ജീത്ത് തോ ജരാ ജരാ സി ബാത്തോം സെ തൈ ഹോത്തി ഹേ? അതായത് വിജയവും തോൽവിയും, ജീത്ത് വിജയം, ഹാർ തോൽവി, തോൽവിയും വിജയവും ഒക്കെ എങ്ങനെ തീരുമാനിക്കുന്നത് ചെറിയ ചെറിയ കാര്യങ്ങളാണ്. ഇസ് പർ അപ്പന മത് ലിഖേ? ഇതിൽ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താനായിട്ടുള്ളതാണ്. അതായത് ഖേൽ മേ ഹാർ ജീത്ത് ഹോന സ്വാഭാവിക ഹേ? കളിയിൽ വിജയിക്കുക എന്നുള്ളതും തോൽക്കുക എന്നുള്ളതും അത് സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ് അല്ലേ. ചോട്ടി ചോട്ടി ബാത്തോം സെ ഹാർ ഔർ ജീത്ത് ഫി ഹോ സക്തി ഹേ? ചെറിയ ചെറിയ കാര്യങ്ങളാണ് വിജയവും തോൽവിയും ഒക്കെ നിർണ്ണയിക്കുന്നത്. ദൂസരേ കി ഗലത്തി സെ ടീം കി ജീത്ത് ഫി ഹോ സക്തി ഹേ? ചിലപ്പോൾ മറ്റേ ടീമിൻ്റെ എന്തെങ്കിലും ചെറിയ രീതിയിലുള്ളൊരു തെറ്റുകൊണ്ടായിരിക്കാം എതിർ ടീം വിജയിക്കുകയും ചെയ്യുന്നത്. അതാണ് ഇവിടെ ഹാർ ജീത്ത് തോ ജരാ ജരാ സി ബാത്തോം സെ തൈ ഹോത്തി ഹേ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 11ാമത്തെ ക്വസ്റ്റ്യൻ, 4 സഹി പ്രസ്താവ് ചുൻകർ ലിഖേ? താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്ന് 4 ശരിയായ പ്രസ്താവനകൾ എടുത്തെഴുതാനാണ്. 1ാമത്തെ എന്താണ്? പെലേക്കോ ഖേൽ കാ രാജ കഹത്തേ ഹേ? പെലെയെ കളിയുടെ രാജാവ് എന്നാണ് പറയപ്പെടുന്നത് അല്ലെങ്കിൽ അറിയപ്പെടുന്നത്. 2ാമത്തെ എന്താണ്? പെലെ 4 വിശ്വകപ്പ് ജീത്തിനെ വാലെ ഖിലാഡി ഥേ? പെലെ 4 ലോകകപ്പ് ജയിച്ച കളിക്കാരനായിരുന്നു. അടുത്ത് 3ാമത്തെ എന്താണ്? പെലെക്കെ ഗോൾ കെ വിശ്വ റെക്കോർഡ് കാ ലോഗ് മസാക് ഉഡാത്തേ ഥേ? പെലെ അതായത് അദ്ദേഹത്തിൻ്റെ ലോക റെക്കോർഡ് ഗോളിൽ അദ്ദേഹത്തെ എന്ത് ചെയ്യുമായിരുന്നു? ജനങ്ങൾ കളിയാക്കാറുണ്ടായിരുന്നു. നെക്സ്റ്റ് എന്താണ്? 4ാമത്തേത് പെലേനെ ശരബ് പീക്കർ അപ്പനി പ്രതിഭാക്കോ ബിഗഡ് ദി? മദ്യപാനം അല്ലെങ്കിൽ മദ്യം കഴിച്ച് തൻ്റെ കഴിവ് നശിപ്പിച്ച വ്യക്തിയായിരുന്നു പെലെ. നെക്സ്റ്റ് ഒരു ഓപ്ഷൻ ഒന്നുകൂടിയുണ്ട്. പെലെ പഹലെ കിലാടി ദേ ജിൻബർ അനേക് ഫിലിം ബെനി? അതായത് അനേകം സിനിമകൾ അദ്ദേഹത്തെക്കുറിച്ച് അനേകം സിനിമകൾ നിർമ്മിച്ചിട്ടുണ്ടെന്നാണ്. അതിൽ 1ാമത്തെ പ്രസ്താവന പെലേക്കോ ഖേൽ കാ രാജ, അത് കറക്റ്റാണ്, അത് സഹി ശരിയാണ്. അതുപോലെ 2ാമത്തേത് എന്താണ്? ശരിയായിട്ടുള്ള പ്രസ്താവനയല്ല, 4 വിശ്വകപ്പല്ല 3 വിശ്വകപ്പാണ്, അപ്പോൾ അത് തെറ്റ്. 3ാമത്തെ എന്താണ്? പെലേക്കെ ഗോൾ കെ ലോഗ് മസാഗ് ഉഡാത്തേ ഥേ? അത് കറക്റ്റാണ്. പിന്നെ ഏതാണ് ശരി? ലാസ്റ്റുള്ള ഓപ്ഷനാണ് പെലെ പഹലെ കിലാടി ഥേ ജിൻബർ അനേക് ഫിലിമോം ബെനി. അപ്പോൾ അതിൽ കറക്റ്റ് എന്ന് പറയുന്നത് 1ാമത്തേതും 3ാമത്തേതും 5ാമത്തേതും ആണ്. ഓക്കെ, നെക്സ്റ്റ് 12 മുതൽ 14 വരെയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അത് ഖർ പേഡ് ഔർ താരേ കി യാദ് എന്നുള്ള കഥയിൽ നിന്നുള്ളതാണ്, ലോക കഥ. അതിലെ 12ാമത്തെ ചോദ്യം എന്താണ്? ദോനോം ബെച്ചെ അപ്പനെ ദേശ് സെ കൈസെ അലഗ് ഹോ ഗയേ? 2 കുട്ടികളും അവരുടെ രാജ്യത്ത് നിന്ന് എങ്ങനെയാണ് ഒറ്റപ്പെട്ടു പോയത് എന്നാണ്. എങ്ങനെയാണ് ഒറ്റപ്പെട്ടു പോയത്? കഥ പഠിച്ചിട്ടുള്ള കൂട്ടുകാർക്കറിയാം. യുദ്ധക്കെ കാരൺ അല്ലേ, യുദ്ധത്തിൻ്റെ കാരണം കൊണ്ടാണ്. യുദ്ധക്കെ കാരൺ ബെച്ചെ അലഗ് ഹോ ഗയേ? യുദ്ധ കാരണം കൊണ്ടാണ്, ആ നാട്ടിൽ ആ രാജ്യത്ത് സംഭവിച്ച യുദ്ധം കൊണ്ടാണ് കുട്ടികൾ ഒറ്റപ്പെട്ടു പോയത്. 13ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ബെച്ചെ ക്യോം അപ്പനെ ഘർ ജാനാ ചാഹത്തെ ഹേ? എന്തുകൊണ്ടാണ് കുട്ടികൾ തിരിച്ച് അവരുടെ വീട്ടിൽ തിരികെ പോകണമെന്ന് ആവശ്യപ്പെട്ടിരുന്നത്? എന്തുകൊണ്ടാണ് അവർ തിരിച്ചു പോകണമെന്ന്? അതായത് ബെച്ചെ അപ്പനെ മാം ബാപ് സെ മിൽന ചാഹത്തെ ഹേ? അവർക്ക് അവരുടെ അച്ഛനെയും അമ്മയെയൊക്കെ കാണണമായിരുന്നു. അപ്പനെ ദേശ് വാപ്പസ് ജാനാ ചാഹത്തെ ഹേ? വാപ്പസ് ജാന തിരിച്ചു പോകുക, അവർക്ക് അവരുടെ രാജ്യത്തേക്ക് തിരിച്ചു പോകണമായിരുന്നു. 14ാമത്തെ ക്വസ്റ്റ്യൻ, പ്രസ്തുത പ്രസംഗ് പർ പട്കഥ കാ ഏക് ദൃശ്യ ലിഖേ? പട്കഥ എഴുതാനായിട്ടാണ്, അഥവാ അല്ലെങ്കിൽ ഏതെഴുതാം? 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. കഹാനി കെ ഫായി കെ ചരിത്ര പർ ടിപ്പണി ലിഖേ? ഈ കഥയിലുള്ള ആ ബ്രദർ ഉണ്ടല്ലോ, ഫായി സഹോദരൻ, ആ സഹോദരൻ്റെ ചരിത്രം, അതിൽ ടിപ്പണി എഴുതാനാണ്. 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് 15 മുതൽ 18 വരെയുള്ള ക്വസ്റ്റ്യൻസ് ജൻ ജൻ കാ ചേര ഏക് എന്നുള്ളതിൽ നിന്നാണ്. അതിൽ 16ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? കവിതാംശിക്കെ കവി കോൻ ഹേ? ഈ കവിത എഴുതിയത് ആരാണ്? മുക്തിബോധ്. ആരാണ്? മുക്തിബോധ്.
16-ാമത്തേത് പ്രവാഹ് കാ സമാനാർത്ഥി ശബ്ദ് ചുൻകർ ലിഖേ. താഴെ കൊടുത്തിരിക്കുന്നതിൽ പ്രവാഹ് എന്നുള്ളതിനുള്ള സമാനാർത്ഥം വരുന്നത് ധാര, വേദന, ജിന്ദഗി, അപാർ. ഇതിൽ ഫസ്റ്റ് ധാര, പ്രവാഹ്, ഒഴുക്ക്, ധാര എന്നുള്ളതാണ്. 17-ാമത്തെ ക്വസ്റ്റ്യൻ ജൻജീവൻ സേ നദി കാ ക്യാ സംബന്ധ് ഹേ. ജൻജീവൻ, ജനജീവിതവുമായിട്ട് നദിക്ക് എന്ത് ബന്ധമാണുള്ളത്? നദിക്ക് ജനജീവിതവുമായിട്ട് ഒരുപാട് ബന്ധമുണ്ട് അല്ലേ? ഇത് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? അതായത് മാനവ ജീവൻ നദിയോം സേ ജുഡാ ഹേ. മനുഷ്യൻ്റെ ജീവിതം എന്ന് പറയുന്നത് ഏതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന? നദിയുമായിട്ട് ബന്ധമുണ്ട്. മാനവ സംസ്കൃതി കാ ആരംഭ് ഔർ വികാസ് നദിയോം കെ തട് പർ ഹുവാ ഹെ. നമ്മൾ മനുഷ്യ സംസ്കാരത്തിൻ്റെ ആരംഭവും വികാസവും ഒക്കെ നോക്കുകയാണെങ്കിലും നദിയോം കെ തട് പർ, നദീതടങ്ങളിൽ തന്നെ ആയിരുന്നു. 18-ാമത്തെ ക്വസ്റ്റ്യൻ സഹി മിലാൻ കരേം. അതിൽ ലെഫ്റ്റ് സൈഡിൽ എന്തൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്? ഗംഗ, നീൽ, ആമസോൺ, മിസോറി. റൈറ്റ് സൈഡിൽ ദക്ഷിണ അമേരിക്ക, അമേരിക്ക, മിസ്ർ, ഭാരത്. ഏതാണ് കറക്റ്റ്? ഗംഗ അതിൻ്റെ കറക്റ്റ്. മിലാൻ കരേം റൈറ്റ് സൈഡിൽ നിന്ന് ഭാരത്. നീൽ മിസ്ർ, ആമസോൺ ദക്ഷിണ അമേരിക്ക, മിസോറി അമേരിക്ക. നെക്സ്റ്റ് വാക്യ പിരമിഡ് കി പൂർത്തി കരയും. 2 മാർക്കിനാണ്. നമ്മൾ ആ പിരമിഡ് അതുപോലെ വരച്ചെഴുതിയാൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? മാർക്ക് കിട്ടത്തുള്ളൂ. ഓക്കെ, വാക്യ പിരമിഡ് കി പൂർത്തി കരയും എന്നുള്ളതാണ്. ഫിർഫി കൊടുത്തിട്ടുള്ളത് 19-ാമത്തേത് ഫിർഫി, 20 ഖർ. പിന്നെ അതിനകത്ത് പിരമിഡ് നിർമ്മിക്കാൻ ജാന ചാഹിത്തേ എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ എങ്ങനെ ആദ്യത്തെ വാക്യം അതിൽ കൊടുത്തിട്ടുണ്ട്. 2-ാമത്തെ നമുക്ക് എങ്ങനെ നിർമ്മിക്കാം? ഫിർഫി ജാന ചാഹിത്തേ ഹേ. നെക്സ്റ്റ് ലാസ്റ്റിൽ എന്തെഴുതാം? ഫിർഫി ഖർ ജാന ചാഹിത്തേ ഹേ. അപ്പോൾ അത് 2 മാർക്കിന് ഈസി ആയിട്ട് നമുക്ക് 2 മാർക്ക് വാങ്ങാൻ പറ്റുന്ന ക്വസ്റ്റ്യനാണ്. അപ്പോൾ 9-ാം ക്ലാസ്സിലെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. നമ്മളിപ്പോൾ ക്രിസ്മസ് പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള സെക്കൻഡ് ടേം എക്സാമിന് വേണ്ടിയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ പേപ്പറായിരുന്നു ഇത്. നിങ്ങൾക്ക് പ്രയോജനപ്രദമായി എന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക? നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് കാണുക, കമൻസിലൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക, മറ്റുള്ള കൂട്ടുകാരിലേക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. തൊട്ടടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക്